5 കുരങ്ങന്മാരെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഈ മുറിയുടെ ഒത്ത നടുവിൽ മുകളിൽ ഒരു പഴക്കൊല്ല തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുരങ്ങൻ എന്ത് ചെയ്യും? പഴക്കൊല്ലയല്ലേ, ചാടിപ്പോയി അതൊന്ന് എടുക്കാൻ നോക്കിയ സമയത്ത് മുകളിൽ നിന്ന് നല്ല തണുത്ത വെള്ളം എല്ലാവരുടെ മേലും ഒന്ന് സ്പ്രേ ചെയ്യും. എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവും. പഴക്കൊല്ല എടുക്കാൻ പോയ കുരങ്ങൻ ചാടി താഴെ വരും. കുറച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പം വേറൊരു കുരങ്ങൻ വിചാരിക്കാം അതൊരു വൺ ടൈം സംഭവിച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വീണ്ടും മേലെ കയറി പഴമല്ലേ എടുക്കാമെന്ന് വിചാരിച്ച് കയറും. ഈ രണ്ടാമത്തെ കുരങ്ങൻ കയറിയ സമയത്തും ഇതേ സംഭവം തന്നെ ചെയ്യും. തണുത്ത വെള്ളം, ചിൽഡ് വാട്ടർ സ്പ്രേ ചെയ്യും. എല്ലാ കുരങ്ങന്മാരുടെ മേലും വെള്ളം വീഴും. കുറേ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് മൂന്നാമത്തെ കുരങ്ങൻ മേലോട്ട് കയറാൻ നോക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള റൂമിലുള്ള 4 കുരങ്ങന്മാരും വലിച്ച് ഇതിനെ താഴെ ഇടും. കാരണം മേലെ കയറി കഴിഞ്ഞാൽ എല്ലാവരുടെ ദേഹത്തുമാണ് ഈ തണുത്ത വെള്ളം വന്ന് വീഴുന്നത്. അങ്ങനെ പഴക്കൊല അവിടെ ഉണ്ട്. ഇവരെല്ലാവരും ആ ഒരു ശ്രമം പാടെ ഉപേക്ഷിച്ചു. കാരണം മേലെ കയറി കഴിഞ്ഞാൽ പണി കിട്ടുന്നുള്ളത് അറിയാം. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഒരു കുരങ്ങനെ അങ്ങോട്ട് മാറ്റി വേറൊരു പുതിയ കുരങ്ങനെ ഈ റൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ പുതിയ കുരങ്ങൻ വന്ന് നോക്കിയ സമയത്ത് മേലെ ഒരു പഴക്കൊലയുണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും പോകുന്നില്ല. ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, ഇതെന്താരും പോകാത്തത്. പുള്ളി മേലോട്ട് കയറാൻ പോകും. കയറാൻ തുടങ്ങുമ്പോൾ തന്നെ ബാക്കി 4 പേര് എന്ത് ചെയ്യും? പിടിച്ച് ഇതിനെ താഴെ ഇറക്കി വിടും. കാരണം അവൻ പോയി അത് തൊട്ട് കഴിഞ്ഞാൽ അപ്പം എല്ലാവരുടെ മേലും തണുത്ത വെള്ളം വീഴുമല്ലോ. അപ്പം ഇയാൾക്ക് കാര്യമൊന്നും അറിയില്ല. ഈ പുതിയ വന്ന കുരങ്ങിന് എന്തോ സംഭവം ഉണ്ട്, മുകളിൽ കയറാൻ പാടില്ല, അപ്പം കയറൂല. പിന്നെ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഈ പഴയ 4 കുരങ്ങന്മാരെയും ഓരോരാളെയായി മാറ്റി പുതിയ കുരങ്ങന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം ആ റൂമിൽ 5 ഫ്രഷ് കുരങ്ങന്മാരാണ്. ഇവരാരും ഈ പഴക്കൊലയിലേക്ക് നോക്കുക പോലുമില്ല. ഇനി അഥവാ പുതിയ വന്ന ആരെങ്കിലും മേലോട്ട് കയറാൻ നോക്കുകയാണെങ്കിൽ ബാക്കി 4 ആളും കൂടെ പിടിച്ച് താഴെ ഇറക്കും. ഇതിലത്തെ ഒരു ഐറണി എന്ന് പറയുന്നത് ഈ 5 കുരങ്ങന്മാരുടെ ദേഹത്തും ഒരു തവണ പോലും ഈ ചിൽഡ് വാട്ടർ വീണിട്ടില്ല. ഇവർക്ക് അറിയില്ല മേലെ കയറിയാൽ എന്ത് സംഭവിക്കും, പക്ഷേ കയറൂല. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിലോട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മങ്കിങ് തന്നെയല്ലേ. എന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മൾ മേലോട്ട് കയറാൻ നോക്കുമ്പം പല ആൾക്കാരും പറയും അത് ചെയ്യരുത്. ഒരു പക്ഷേ എന്താ ചെയ്യേണ്ടാത്തതെന്ന് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല, നമ്മളത് ചെയ്യില്ല. അപ്പോൾ ഇതിനകത്ത് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈഫിലോട്ട് എടുക്കാം.